ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 26 വെള്ളി. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, ലേഖനം പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ 2-ാം അധ്യായം 3-ാം വാക്യം വരെ. ഇന്നലെയും പത്രോസ്ലീഹായുടെ ലേഖനമായിരുന്നു. ഇന്നും പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് നമുക്ക് വിശുദ്ധ കുർബാന മധ്യേയുള്ള ലേഖന ഭാഗം. സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. സാധാരണ നമ്മുടെ ബ്ലസ് 364ൻ്റെ ധ്യാനങ്ങളിലൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്, വചനം വായിച്ചിട്ട് വേണം ഒരുമിച്ച് ഈ ധ്യാനത്തിലൂടെ കടന്നു പോകാൻ. അത്തരമൊരു എഫേർട്ട് എടുക്കുക. ഒരു അധിക 1-2 മിനിറ്റും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്കിത് വായിച്ച് ധ്യാനിച്ച് ഒരുങ്ങി നാളത്തെ പരിശുദ്ധ കുർബാനയിലേക്ക്, അടുത്ത ദിവസത്തെ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കം നടക്കുകയാണ്. അവിടെ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഭാഗത്തിലേക്കാകട്ടെ നമ്മുടെ ശ്രദ്ധ. 8-ാമത്തെ വാക്യം എത്തുമ്പോൾ ഈശോ 7-ാമത്തെ വാക്യത്തിൽ ഏശയ്യാ പ്രവാചകനെ കോട്ട് ചെയ്ത് അതിൻ്റെ ആ കൊട്ടേഷൻ 8-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്. ഇങ്ങനെയാണത് 7-8 വാക്യങ്ങൾ, 7-8-9 വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ വരച്ചിട്ടോ. കപടനാട്യക്കാരെ, ഏശയ്യാ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? ഇവിടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും നമ്മളെ പോയിന്റ് ചെയ്യുന്നത് ആരാധനയിലേക്കാണ്. ആരാധന വ്യർത്ഥമായി മാറുന്നു. ഈശോ പറയുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, അധരം കൊണ്ടെന്നെ ആരാധിക്കുന്നു, ഹൃദയം അകലെയാണ്. 2, ഇവർ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ആരാധന ശരിയാകണം, ദൈവാരാധന ശരിയാകണം. അതാണ് ഇതിൻ്റെ മെയിൻ ത്രസ്റ്റ്. കാരണം ആത്യന്തികമായി വി ആർ വർഷിപ്പിംഗ് പീപ്പിൾ. ദൈവാരാധകരുടെ സമൂഹമാണ് സഭ, ദൈവാരാധകരുടെ സമൂഹമാണ്. അങ്ങനെ വേണം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, ദൈവാരാധകരുടെ സമൂഹം. അതുകൊണ്ടല്ലേ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടുതരണമെന്ന് മോശ വഴി ഫറവോയോട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യം എന്താ? എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരിക. ഇത് ആരാധകരുടെ സമൂഹമാണ്, വർഷിപ്പിംഗ് പീപ്പിളാണ്. അപ്പോൾ ആരാധനയുടെ അടിസ്ഥാനം തെറ്റിക്കിടക്കാൻ പാടില്ല. അവിടെയാണ് ഈ പറഞ്ഞ ഈശോ ഈ പാരമ്പര്യമൊക്കെ പറഞ്ഞ് നിയമങ്ങളൊക്കെ പറഞ്ഞ് ആരാധനയിൽ എത്തിക്കുമ്പോൾ നമുക്കുള്ള 2 ചിന്തകൾ പറയാം. ഈ ഭാഗത്ത് സുവിശേഷത്തിൻ്റെ 2 ചിന്തകൾ. ഒന്നാമത്തെ ചിന്ത ഇതാണ്, അതായത് ആരാധന നടക്കേണ്ടത് നിയമത്തിൻ്റെ പുറത്തല്ല, ബന്ധത്തിൻ്റെ പുറത്താണ്. നിയമം അതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് വർഷിപ്പ്, അഡോറേഷൻ മസ്റ്റ് ഹാപ്പൻ ഔട്ട് ഓഫ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഡ്രിവൺ ആയിരിക്കണം, റൂൾ ഡ്രിവൺ ആകരുത് ആരാധന. റൂൾ ഡ്രിവൺ ആയാലുള്ള കുഴപ്പം കർത്താവ് പറയുന്നത് പോലെ ആത്മാവ് ഉണ്ടാകത്തില്ല. നിയമത്തിൻ്റെ ചട്ടക്കൂടുണ്ടാകും, അതിനകത്തൊന്നും നമ്മളൊരു മോൾഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആ മോൾഡിനകത്തേക്ക് ഒഴുക്കാൻ ഒന്നുമില്ലെങ്കിലോ? അതല്ലേ സെറ്റായി വരേണ്ടത്. അപ്പോൾ ഈ നിയമത്താലെയുള്ള ആരാധന ആത്മാവില്ലാത്ത ആരാധനയായി പോകും, അതിൽ ബന്ധമില്ലെങ്കിൽ. എന്ന് വെച്ച് നിയമം വേണ്ടെന്ന് പറയരുത്. നിയമം വേണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് ഒഴിക്കും? ഈ മോൾഡ് എങ്ങോട്ട് ഒഴിക്കും? നമ്മളിപ്പോൾ മോൾഡല്ല, മോൾഡിലേക്ക് ഒഴുക്കേണ്ട ഒരു സാധനം ഇല്ലേ, അതെങ്ങോട്ട് ഒഴിക്കും? ആ മോൾഡാണ് നിയമം, അതിനകത്തുണ്ടാകേണ്ടത് ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മളെ ദൈവാരാധകരാക്കേണ്ടത്, ദൈവത്തോടുള്ള ബന്ധം. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം ആരാധനയുടെ അടിസ്ഥാനം. ഇനി പാരമ്പര്യത്തെക്കുറിച്ച് ഈയിടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ട ഞങ്ങളുടെ ഒരു അച്ഛൻ പറഞ്ഞൊരു പ്രസംഗത്തിൽ നിന്ന് കേട്ടൊരു കാര്യം എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ട്രഡീഷൻ ഡസൻ മീൻ ഹോൾഡിങ് ഓൺ ദ ആഷസ്. എന്ന് വെച്ചാൽ ഈ ചാരം പിടിച്ചോണ്ട് നടക്കുന്നതല്ല പാരമ്പര്യം, മറിച്ച് making sure that the fire is still enkindling, the fire is still burning out there. തീ കെടാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് പാരമ്പര്യം. ചാരം കൊണ്ട് നടക്കുന്നതല്ല, ജീവനില്ലാത്ത ചത്ത ചാരം കൊണ്ട് നടക്കുന്നതല്ല പാരമ്പര്യം, മറിച്ച് അഗ്നി കെടാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് പാരമ്പര്യം. കൈമാറി കിട്ടിയ ഒരു ചില തറവാടുകളെക്കുറിച്ചൊക്കെ ഇട്ടില്ലേ, കെടാവിളക്കെന്ന്, എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക കെടാതിരിക്കാൻ. ആ തീ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് പാരമ്പര്യം. അല്ലാതെ ഈ ചാരത്തെ കൊണ്ട് നടക്കുന്നതായിട്ട്, ജീവനില്ലാത്ത ആത്മാവില്ലാത്ത എന്തൊക്കെയോ രീതികളെ കൊണ്ട് നടക്കുന്നതായിട്ട് പാരമ്പര്യം മാറരുത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇവിടെ ഓർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ചേട്ടാ എങ്ങനെയാണ്
ഈ പറഞ്ഞ ബന്ധത്തിൽ ആരാധിക്കുന്നത്, നമുക്ക് പറയാവുന്നത് നിയമത്തിൽ ആരാധിക്കാൻ, ആ സമയത്ത് ആരാധനയ്ക്ക് വരണം, ഇങ്ങനെ ആരാധിക്കണം, ഇതെല്ലാം നിയമമാണ്, നിയമത്തിൻ്റെ വശമാണ് അതൊക്കെ. ഈ ബന്ധത്തിൽ എങ്ങനെ ആരാധിക്കും? ബന്ധത്തിൽ ആരാധിക്കാൻ, നിയമത്തിൻ്റെ മുകളിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്. ആരാത്? അതാണ് ലേഖനത്തിൽ കിടക്കുന്നത്. ലേഖനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം വായിച്ചാൽ മതി, കാര്യം മനസ്സിലാകും. പത്രോസ് ശ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം വായിച്ചേ. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപപ്പെട്ടതല്ല. അവിടെ ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ലിഖിതം സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കരുത്. സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചാൽ എന്താ കുഴപ്പം പറ്റുന്നത്? കാരണം ഇത് ആരെങ്കിലും മനുഷ്യനുണ്ടാക്കിയതല്ല. പിന്നെ ആരുണ്ടാക്കിയതാ? ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ ആരുടെ സഹായം വേണം? അതാണ് അടുത്ത വാക്യം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണെങ്കിൽ ആ വചനത്തെ ഇന്ന് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ആരുടെ തന്നെ സഹായം കിട്ടിയാലേ പറ്റൂ? പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയാലേ പറ്റൂ. അതുപോലെയാണ് ആരാധനയും. അപ്പോൾ ആരാധനയിൽ ആത്മാവ് ഉണ്ടാകണമെങ്കിൽ, ബന്ധമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, നിയമമൊക്കെ വെക്കാനേ അറിയത്തുള്ളൂ. ആരാധന നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് ഇൻഡിക്കേറ്റീവാണ് നിയമം. അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് പറയുന്നതാണ് ഇൻഡിക്കേറ്റീവാണ് നിയമം. പരിശുദ്ധാത്മാവോ നമ്മുടെ ഉള്ളിലിരുന്നുള്ള ആക്ഷൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അതുവരെ നിയമം നമ്മുടെ പുറത്താണെങ്കിൽ, പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിയമം നമ്മുടെ പുറത്തായിരിക്കും. അപ്പോൾ നിയമം നമുക്കൊരു ബേർഡനാകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിയമം ഉള്ളിലേക്ക് വരും. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായി ചെയ്യാൻ തുടങ്ങും. ആരാധന നമ്മൾ ആസ്വദിക്കും, വചനത്തിൻ്റെ മാധുര്യം നമ്മൾ ആസ്വദിക്കും, വചനത്തിൻ്റെ ആഴം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതായത് ഈ ഏലിയ പ്രവാചകൻ ബലിയർപ്പിച്ചപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ബാൽ ദേവൻ്റെ പുരോഹിതരോട് യുദ്ധം പ്രഖ്യാപിച്ച്, വാശിയോടെ ഈ ആഹാബിൻ്റെ കാലത്ത് ബലിയർപ്പിക്കുന്നുണ്ട്. അപ്പോൾ 12 കല്ല് അടുക്കി വെക്കുന്നു, ബലിപീഠം ഒരുക്കുന്നു, ബലിവസ്തു ഒരുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിയമമാണ്. ഇതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ചെയ്തികൾക്ക് മേൽ അഗ്നി ഇറങ്ങുമ്പോഴാണ് ബലി പൂർത്തിയാകുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നിയമം നമ്മൾ ചെയ്തു വെക്കാനുള്ളതൊക്കെ ചെയ്തു വെക്കുന്നു. പക്ഷെ ബലി പൂർത്തിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവാണ് കർത്താവിനെ ആരാധിക്കാൻ, വചനത്തെ വ്യാഖ്യാനിക്കാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ന് കേട്ട ആ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത്, അത് മനസ്സിൽ കിടക്കട്ടെ. പാരമ്പര്യം എന്ന് പറയുന്നത് ചാരം കൊണ്ട് നടക്കുന്നതല്ല, അഗ്നി കെടാ സൂക്ഷിക്കുന്നതാണ്. കൈമാറിക്കിട്ടൊരു അഗ്നിയുണ്ട്, നമുക്കൊരു തീയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് നമ്മളിൽ, സഭയിൽ. അത് കെടാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് പാരമ്പര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങളിൽ വർഷിക്കണമേ. എല്ലാം പഠിപ്പിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന പാറക്കലേത്തായെ അധികമായി ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക് നീ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.